നമസ്കാരം. സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് കാന്താരി മുളക് ചതച്ച് ചേർത്ത് ഒരു ഉഗ്രം ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, 1 തണ്ട് വേപ്പില, മീഡിയം സൈസിലുള്ള 2 ഉള്ളി അരിഞ്ഞത്. അതിനുശേഷം ഇതിലേക്ക് ബീഫിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുക്കർ കവർ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കുക. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിലാക്കിയതിന് ശേഷം 45 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബീഫ് അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് ചെറിയ ഉള്ളി, 15 കാന്താരി മുളകും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് വേവിച്ച ബീഫ് വെള്ളത്തോട് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബീഫിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് വേണം ഇത് വെള്ളം വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിൽ കറിയൊക്കെ വറ്റി കഴിഞ്ഞിട്ട് ബീഫ് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബീഫിനെ ഡ്രൈ ആക്കി എടുക്കേണ്ടത്. ഇനി ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കുക. ഇനി ഈ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പച്ചമസാലയുടെ മണമൊക്കെ ഒന്ന് മാറിയിട്ട് ബ്രൗൺ കളറാകുന്നതിന് തൊട്ട് മുന്നേ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് 1 ടേബിൾ സ്പൂണ്, 2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ചെറിയ തീയിലാക്കിയതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ ചെറിയ തീയിലാക്കിയിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു ബ്ലാക്ക് കളറാവുന്ന വരെയാണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. ഇത് ലോ ഹീറ്റിൽ വെച്ചിട്ട് 10-25 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ല ബ്ലാക്ക് കളറായി മാറും. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ബീഫിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. 2-3 പച്ചമുളക് കട്ട് ചെയ്തും 1 തണ്ട് വേപ്പിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളിനി ബീഫ് വാങ്ങുന്ന സമയത്ത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.